Hi friends, welcome to my channel V3 Fashion. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു ചുരി ബോട്ടമാണ്. അതിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഒരു സിമ്പിൾ ബോട്ടം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ചുരി ബോട്ടം തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് ഫുൾ ലെങ്ത്ത്, ഹിപ്പ് ലൂസ്, പട്ട, തായ് ലെങ്ത്ത് ആൻഡ് റൗണ്ട്, നീ ലെങ്ത്ത് റൗണ്ട്, കാൽഫ് ലെങ്ത്ത് റൗണ്ട്, സീറ്റ്. ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചുരി ബോട്ടം തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ്. ഇനി നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇതേമാതിരി രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കോണായിട്ട് ക്രോസ് ആയിട്ട് ക്ലോത്ത് ഇടുക. ചുരി ബോട്ടം കട്ട് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ക്രോസ് ആയിട്ടാണ് ക്ലോത്ത് ഇടേണ്ടത്. എങ്കിൽ മാത്രമേ അത് നമുക്ക് ഇടാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാകുള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലെ കോൺ വരുന്ന ഭാഗത്ത് ഇതുമാതിരി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അത് കട്ട് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഇതിൽ മാർക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഫുൾ ലെങ്ത് ആണ് 40 നമ്മുടെ. അപ്പോൾ നമ്മുടെ പട്ട എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. ഞാനിപ്പോൾ തയ്ക്കുന്ന ബോട്ടത്തിൻ്റെ ഫുൾ ലെങ്ത് 40ഉം പട്ടയുടെ ലെങ്ത്ത് 6.5 അപ്പോൾ ഞാൻ ഇതേമാതിരി ടേപ്പ് 6.5 ഇഞ്ച് ലെങ്ത്ത് ഇതുപോലെ വെച്ചിട്ട് ഞാൻ നമ്മുടെ ഫുൾ ഇത് മാർക്ക് ചെയ്യാണ്. 40 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ നമ്മുടെ പട്ടയുടെ 6.5 ഇഞ്ച് കിഴിച്ചിട്ട് നമുക്ക് ടേപ്പ് വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്താം. അതിനായിട്ട് നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ 6.5 ഇഞ്ച് ഇതുപോലെ ടേപ്പ് വെക്കുക, പട്ട പീസ് മൈനസ് ചെയ്തിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ മെഷർമെൻറ്റ്സും അടയാളപ്പെടുത്താം. അത് നമ്മുടെ തുടയുടെ ഭാഗമാണ്, വണ്ണമുള്ള ആദ്യത്തെ ഭാഗം. അതിവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. ആ 13 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ മുട്ടിൻ്റെ ഇറക്കം 23 അത് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ മുട്ടിന് താഴെ വരുന്ന മസിൽസിൻ്റെ ഭാഗം അത് 27 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്, അതും മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ 3 ലെങ്ത്തും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ വണ്ണവും മാർക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മുടെ 15 ഇഞ്ച് നീളത്തിൽ 20 ഇഞ്ച് വണ്ണം വരുന്നുണ്ട്. അപ്പോൾ പകുതി 10 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് നമ്മുടെ 23 ഇഞ്ച് ലെങ്ത്ത്. 23 ഇഞ്ച് ലെങ്ത്തിൽ 16 ഇഞ്ച് വണ്ണമാണ് വരുന്നത്. അത് 8 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ 27 ഇഞ്ച് ലെങ്ത്തിൽ 15 ഇഞ്ച് വണ്ണം വരുന്നുണ്ട്. അവിടെ ഞാൻ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 മാർക്ക് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും ബോട്ടം സൈഡ് നമ്മുടെ 40 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന വണ്ണം എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ചുരി ബോട്ടം ആകുമ്പോൾ ഒരുപാട് ചുരുക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അധികം ചുരുക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എക്സ്ട്രാ താഴോട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ 10 ഇഞ്ചാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പം നമ്മുടെ ബോട്ടം സൈഡിൽ വരുന്ന അതേ വണ്ണം തന്നെ നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തും നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ താഴ്ഭാഗത്തും മാർക്ക് ചെയ്യുക. ഇനി ഈ 2 മാർക്കും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ മാർക്കും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്തേക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട അളവാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ മാർക്കിങ്ങിൽ നിന്നും ഒരു 1.5-2 ഇഞ്ച് അകലെയായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മളുടെ ഈ മാർക്കിങ്ങിലൂടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. അതായത് നമ്മുടെ മെഷർമെൻറ്റ്സ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് കളയാം. ഇനി ഇവിടെ ഒരു ഫോൾഡിങ് പീസ് ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രോസിൻ്റെ അവിടെ ഒരു പീസ് ജോയിൻറ്റ് വരും. ചുരി ബോട്ടത്തിന് എല്ലാത്തിനും തന്നെ അങ്ങനെ വരുന്നതാണ്. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പീസിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് ഉണ്ടാവും, 2 പീസ് ഇതേമാതിരി 2 പീസ് ഉണ്ടാകും. അത് ഇതുപോലെ തന്നെ നമുക്ക് ക്രോസ് ആയിട്ട് എടുക്കാം. കണ്ടോ,
ഇനി ഈ ക്രോസും ജോയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അതിനായി ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ സീറ്റിംഗ് എന്ന് പറയുന്നത് പട്ടയുടെ ലെങ്ത് എന്ന് പറയുന്നത് 6.5 അപ്പോൾ നമ്മുടെ സീറ്റിംഗ് എന്ന് പറയുന്നത് 14. അതിനായിട്ട് നമ്മുടെ ഹിപ്പ് ലൂസ് 10 ഇഞ്ചാണ്. അപ്പോൾ 10 കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ എന്തോരം വേണമെങ്കിലും കൂടുതൽ എടുക്കാം. അത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ് എക്സ്ട്രാ നമ്മൾ കൂടുതൽ എടുക്കുന്ന പീസസ്. ഇനി നമുക്ക് നമ്മുടെ പട്ടട ഇതുപോലെ 6.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് താഴോട്ട് നമുക്ക് വേണ്ടത് 14 ഇഞ്ചാണ് കണ്ടോ. അപ്പോൾ 15 ഇഞ്ച് ഞാനിവിടെ 1 ഇഞ്ച് എക്സ്ട്രാ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഫോൾഡിങ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതേ ഒരു പീസിൻ്റെ കട്ടിങ് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു പീസ് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ പട്ട പീസാണ്. അതിനായിട്ട് ഇതുപോലെ ഒരു പീസ് എടുക്കുക. ഇതിപ്പോൾ ഫോൾഡിങ് പീസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക, അതായത് 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഇത് നമ്മുടെ ഹിപ്പ് എന്ന് പറയുന്നത് ഹിപ്പ് ലൂസ് ഞാൻ എടുത്തേക്കുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ ഇത് 4ആയിട്ട് ഫോൾഡ് ചെയ്തേക്കണ കാരണം 40ൻ്റെ 1/4 10 വരും. ഇപ്പം ഞാനിത് കുറച്ചും കൂടി കൂടുതൽ എടുക്കുന്നുണ്ട്, കാരണം നമുക്ക് ജോയിൻ്റ് വരും. മടക്കി തയ്ക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് വേണം. അതിനായിട്ട് ഇതുപോലെ ഞാൻ ഒരു 10.5 കട്ട് ചെയ്യാണ്. 10.5 ഇഞ്ച് വിത്തിൽ നമ്മുടെ പട്ടയുടെ ഇറക്കം എന്ന് പറയുന്നത് 6.5 പ്ലസ് 1.5 ഇഞ്ച്. ഞാൻ 8 ഇഞ്ച് ലെങ്ത്ത് ഇവിടെ എടുക്കുന്നുണ്ട്. ആ 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ത്രെഡ് ഇടാനുള്ള പോർഷൻ മടക്കി തയ്ക്കാനും താഴെ ബോട്ടം സൈഡിലോട്ട് പട്ട ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും കൂടുതൽ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെയുള്ള ഒറ്റ പീസ് എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലോത്തിൻ്റെ വിട്ട് കൂടുതലുള്ളതാണ് ഇങ്ങനെ ഒരു പീസ് കിട്ടിയത്. ചില ബോട്ടംസിലൊക്കെ നമുക്ക് ഈ പീസ് തന്നെ 4ആയിട്ടോ അല്ലെങ്കിൽ 2 പീസായിട്ടോ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ കട്ടിങ് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് കയറാണ്. അതിനായി ആദ്യം തന്നെ നമ്മൾ പട്ട പീസാണ് നമ്മുടെ റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമുക്കൊരു 3/4 ഇഞ്ച് വീതിക്ക് ഇതേമാതിരി അടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇനി ഞാനിതിവിടെ ഇതേമാതിരി നമുക്കൊന്ന് 1/4 ഇഞ്ച് വീതം മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അത് നമുക്ക് ത്രെഡ് ഇടാനായിട്ടുള്ള പോർഷൻ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്യാപ്പ് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി 1/4 ഇഞ്ച് പിന്നെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ത്രെഡ് കയറ്റാനുള്ള പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ 4 ഭാഗം കോർണറും മാർക്ക് ചെയ്യുക. അതിനായിട്ട് ഇതേമാതിരി 4ആയിട്ട് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിടുക. ഇനി നമുക്ക് 4 ഭാഗം മാർക്ക് ചെയ്യുക. കാരണം ബോട്ടം സൈഡിലോട്ട് പട്ട പീസ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും 4 ഭാഗവും ഈ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ബോട്ടം തയ്ക്കുക. അതിനായിട്ട് നമുക്ക് മാർക്ക് ചെയ്തേക്കുന്ന ഭാഗം അതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം. നമുക്ക് നമ്മുടെ നല്ല ഭാഗം എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ ക്രോസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ക്രോസും വരുന്ന രീതിയിൽ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലൂടെ പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രണ്ട് പാൻറ്റിൻ്റെയും 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ താഴ്ഭാഗം ഏറ്റവും താഴ്ഭാഗം 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി തയ്ക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇതേമാതിരി നല്ല വശം തമ്മിൽ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം.
ഇപ്പോൾ ഞാൻ മാർക്കിങ്ങിലൂടെ ഇതേമാതിരി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഡബിൾ സ്റ്റിച്ച് വേണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഈ മെത്തേഡിൽ തന്നെ നമുക്ക് നമ്മുടെ മറ്റേ കാലും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 കാലും ഞാൻ അത് ആ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല 2 ഭാഗങ്ങൾ ഇതേമാതിരി നിവർത്തിയിട്ട് നല്ല 2 ഭാഗങ്ങളും വരുന്ന രീതിയിൽ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സീറ്റിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേമാതിരി നമ്മുടെ സീറ്റിംഗ് എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 4 സൈഡും പട്ട പീസ് മാർക്ക് ചെയ്ത പോലെ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പട്ട പീസ് ഇതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമ്മുടെ ത്രെഡ് കയറ്റുന്ന ഭാഗം അത് ഇതുപോലെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ചുറ്റിനും ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത മാർക്കിങ് 2 എണ്ണം ഒരുമിച്ച് വരുന്ന രീതിയിൽ പിടിക്കുക. അപ്പം നമ്മുടെ ബോട്ടം സൈഡിൽ എക്സ്ട്രാ പീസസ് കൂടുതലുണ്ടാകും. അതായത് നമ്മൾ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കുക. അതെല്ലാം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഈ പോർഷൻ നമുക്ക് മാർക്കിങ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ചുരി ബോട്ടം ആകുമ്പോഴത്തേക്കും മാക്സിമം സെൻറ്റർ അല്ലെങ്കിൽ ഇത്തിരി കൂടി നീങ്ങിയിട്ട് ചെറിയ ഇത്തിരി ലോങ് പ്ലീറ്റ്സ് ഇടുന്നതായിരിക്കും നല്ലത്. നമ്മുടെ നോർമൽ ബോട്ടത്തിനൊക്കെയാണ് സെൻറ്ററിലും സൈഡിലുമായിട്ട് പ്ലീറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ പട്ട പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പതിച്ചടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബോട്ടം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ എല്ലാ സ്റ്റിച്ചിങ്ങിലും ഓരോ പതിച്ചടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയും പിന്നെ തുണിയെല്ലാം ഇങ്ങനെ അലിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതേമാതിരി പതിച്ചടിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ കറക്റ്റ് അളവിന് ഇതേമാതിരി കട്ടിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുരി ബോട്ടം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കാലിൽ കിടക്കുന്ന രീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ പ്ലീറ്റ്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മുടെ ഹിപ്പ് ലൂസിനെക്കാട്ടും എക്സ്ട്രാ എന്തോരം എടുക്കുന്ന അത്രയും പ്ലീറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരുപാട് പ്ലീറ്റ്സ് ആവശ്യമില്ലാത്തവർ അതനുസരിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്നുള്ള എൻ്റെ ചാനൽ എല്ലാ വീഡിയോസിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.